എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ബട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഹൽവ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കോൺഫ്ലോർ വേണം, നെയ്യ് വേണം, പഞ്ചസാര വേണം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. ഇത് ഉപയോഗിച്ചിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കോൺഫ്ലോർ ഇവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര 1 കപ്പ്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇത് കുറച്ച് കാഷ്യൂ നട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യം തന്നെ പഞ്ചസാര 1 കപ്പ് ഇതിലേക്ക് ഇട്ടു, പാനിലേക്ക് ഇട്ടു. ഇനിയും ഇതിലേക്ക് 1 കപ്പ് വെള്ളം. 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും. സ്റ്റൗ ഓൺ ചെയ്തു, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കും. ഇവിടെ ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോറും വെള്ളത്തിൽ 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കാൻ പോവാം. ഒട്ടും കട്ടയില്ലാതെ അലിയിപ്പിച്ച് വയ്ക്കണം. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കണം. നെയ്യ് ഒരു 2 സ്പൂണോളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂണും കൂടെ നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്ക പൊടിച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കളർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു കുറച്ചാണ് ചേർക്കുന്നുള്ളൂ. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ലെമൺ കളറാണ്. മതിയാവും. ഇപ്പം ഇനിയും സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് വേറൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, മതിയാവും. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് സെറ്റ് ആവാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്നെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ ഞാനൊരു 3 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. സിമ്പിൾ കോൺഫ്ലോർ ഹൽവ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യൂ. അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.